നിങ്ങൾ 35 വയസ്സിന് ശേഷം ഗർഭധാരണം പ്ലാൻ ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 35 വയസ്സോ അതിന് ശേഷമോ ഗർഭം ധരിക്കുന്നതിന് നമ്മൾ എൽഡർലി ഗ്രാവിഡ അഥവാ അഡ്വാൻസ് മെറ്റേണൽ ഏജ് പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് എൽഡർലി ഗ്രാവിഡാസിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്? ആദ്യത്തെ 3 മാസങ്ങളിൽ അബോർഷനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. റെക്കറന്റ് മിസ്കാരേജസ് നമ്മൾ പറയും. പിന്നെ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ, ഡൗൺ സിൻഡ്രോം പോലെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെല്ലിറ്റസ്, പ്രഗ്നൻസിയിൽ കാണുന്ന ഷുഗർ എന്ന അവസ്ഥ, ഹൈപ്പർ ടെൻഷൻ, BP കൂടാനുള്ള സാധ്യതകൾ, മറുപിള്ള നേരത്തെ വിട്ടുപോകാനുള്ള സാധ്യതകൾ, പ്ലസെന്റൽ അബ്രപ്ഷൻ എന്ന് പറയും. മാസം തികയാതെ പ്രസവിക്കാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ സിസേറിയൻ സെക്ഷനിലേക്ക് എൻഡ് ചെയ്യാനുള്ള ഒരു റിസ്ക്കും എപ്പോഴും കൂടുതലാണ് അവർക്ക്. എന്തൊക്കെ കെയർ ആണ് നിങ്ങൾ എടുക്കേണ്ടത്? പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, അതായത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. അത് അത്യാവശ്യമായ ഒന്നാണ്. പ്രഗ്നന്റ് ആയതിനു ശേഷം റെഗുലർ ആയിട്ടുള്ള ആന്റിനേറ്റൽ ചെക്കപ്പുകൾ, റെഗുലറായി സമയനിബന്ധമായ സ്കാനുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, റെഗുലറായി BP നോക്കുക, ഷുഗർ മോണിറ്ററിങ്, കൃത്യമായ ബേബി മൂവ്മെൻറ്റ് അസസ്മെൻറ്റുകൾ എല്ലാം നമുക്ക് ആവശ്യമാണ്. 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണം ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല, നിങ്ങൾ പേടിക്കേണ്ടതുമല്ല. പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ, ഗൈഡ് ലൈൻസ് വഴി ബേബിനെ ഡെലിവറി ചെയ്യാവുന്നതാണ്.